यस। जवाहर वीरा साहब हेलीकॉप्टर के जरिए सबसे पहले डोडा पर उतरेंगे। वहां से वो बाई रोड किश्तवाड़ जिला पहुंचेंगे। ऐसा ऑफिशियल टूर चार्ट बना है। यस। जवाहर साहब का एस्कॉर्ट कैप्टन कौन है? मिस्टर श्याम। जगमोहन पांडे अलियास नसीर अहमद खान, केस नंबर 191/82/93। हेलो, यस, जस्टिस उषा वर्मा साउस। उषा वर्मा को फोन दो। मैंने हु स्पीकिंग? सवाल मत करो, फोन दो से।
जस्टिस उषा वर्मा हियर? HTF बोल रहा हूँ। अगर जगमोहन पांडे का बाल भी बांका हुआ ना, तो ना तुम जिंदा बचोगी और ना तुम्हारी लाडली। तुम्हारी भलाई जगमोहन पांडे जेल से रिहा हो जाना चाहिए, वरना ആരാ മേം സാബ്? പാണ്ഡെ റിലീസ് ചെയ്യണമെന്ന് ഒരു ഭീഷണിപ്പെടുത്തൽ. जग्गू पांडे का खून हिंदुस्तान की धरती पे नहीं गिरना चाहिए, क्योंकि इस देश का कानून हमारा कानून नहीं है। जग्गू जेल में नहीं सड़ेगा, उसे वापस लाना है। ठीक है? ठीक है। जस्टिस उषा वर्मा जो मद्रास की है, इससे पहले कि वो जग्गू को सजाए मौत सुनाए, हम उसे मौत की नींद सुला देंगे। हमारे कुछ और साथी जो तिहाड़ जेल में हैं, उन्हें भी हमें वापस लाना है। रजा सरदार, उस कमीनी की बेटे का नाम क्या है? ഉണ്ണി. उन्नी। जग्गू पांडे की गिरफ्तारी का एक तोहफा देना है उसे, उसके बेटे की मौत। ആ, എത്ര നേരമായി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. വല്യേച്ചി ഫോണിൽ ആരോ ഭീഷണിപ്പെടുത്തി. ഒരു അനോണിമസ് കോൾ. അനോണിമസ് ഒന്നുമല്ല, ഹിമാനി ടൈഗർ ഫോഴ്സ് എന്നവർ വ്യക്തമായിട്ട് പറഞ്ഞു. ഗവൺമെന്റ് കാശ്മീരിൽ എത്ര ശ്രമിച്ചിട്ടും വഴങ്ങാത്തൊരു ഗ്രൂപ്പാണത്. അറസ്റ്റിലായ ജഗ്മോഹൻ പാണ്ഡെയാണ് അവരുടെ ചീഫ്. അവനെ അവർക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ പ്രോപ്പറായ ട്രെയിനിങ് കൊടുക്കാൻ ഒരാളില്ല. ട്രെയിനിങ് കിട്ടിയ ആളാണ് അയാൾ. FIR-ൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ? അതുകൊണ്ടൊന്നും കാര്യമില്ല. കൊല്ലുമെന്ന് പറഞ്ഞ അവര് കൊല്ലും. നിനക്ക് പേടിയുണ്ടോ എന്തു? എങ്ങനെ വേണേലും മരിക്കാൻ ഞാൻ തയ്യാറാ. ഏതോ ഒരു ബാർബറിക് ഗ്രൂപ്പിന്റെ ഭീഷണിക്ക് മുന്നിൽ കോടതി കീഴടങ്ങാന്ന് വെച്ചാ നോ, അതുണ്ടാവില്ല. ചേച്ചി അത് സീരിയസ് ആയിട്ടല്ല എടുക്കുന്നെങ്കിലും ഞാനത് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി മുതൽ വീട്ടിലും പുറത്തും ഫുൾ പ്രൊട്ടക്ഷൻ വേണം. വേണ്ട രാജ. വേണം. ഹോം മിനിസ്റ്ററുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തോളാം. ആ ചേച്ചി, ഉണ്ണി വന്നില്ലേ? രാവിലെ അവനിങ്ങോട്ട് വന്നല്ലോ. മിത്ര എവിടെ? രണ്ടാളും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവനൊരു സ്റ്റഡി ടൂറിന് പോകാനുള്ള തിരക്കിലാ. രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരു മാസത്തെ പ്രോഗ്രാം. മിത്രമോൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. റിസർച്ചും തിസീസും വെറുതെ രാജ്യം ചുറ്റി നടക്കാനുള്ള സൂത്രങ്ങളാ അതൊക്കെ. 12 മാസവും ദേശാടനം, കൂടെ കുറെ ഫ്രണ്ട്സും. സാൻഡ്വിച്ച് കൾച്ചറും സെന്റ് സേവിയേഴ്സ് കോളേജിലെ ക്യാൻറ്റീനുമാ നിന്റെ ലോകം. നിനക്കൊരിക്കലും എന്നെ മനസ്സിലാവൂല. ഞാനിപ്പോ എന്ത് വേണം? കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഏത് സഹാരയിൽ വേണമെങ്കിലും പോയി ജീവിക്കാം. ആ ട്രിപ്പിന്റെ പേര് സ്റ്റഡി ടൂർ എന്നല്ലല്ലോ. കൂട്ടത്തിൽ ആര് വരുന്നുണ്ടെന്നാ പറഞ്ഞു? ദ ഗ്രേറ്റ് അലക്സാണ്ട്രിയ വ്ളാഡിമിച്ച്. ഷീസ് മൈ ഗൈഡ്. ദേ, നിന്നെ പോലെ തല്ലിപ്പൊളി സ്വഭാവമൊന്നുമല്ല. നൈസ്, നൈസർ ദാൻ എനിത്തിങ്. അങ്ങനെ ഇപ്പൊ സ്റ്റഡി ടൂറിന് പോയി സൊള്ളണ്ട. കല്യാണത്തിന് മുമ്പ് നാട്ടിൽ പോണം. തറവാട്ടിൽ പോയി എല്ലാരും കാണണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയിൽ മദാമിയുടെ ഒപ്പം ഊര് വെറ്റുക. ഒരിക്കലും തീരാത്ത റിസർച്ചും. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതുപോലെ ഒരു കോട്ട എനിക്കിടെ കൊണ്ടുവരണേ. ഏറ്റു നീ. സുഖറാം, രാവിലെ സുഖർ ഒന്നുമില്ല. क्या सुखराम, तुमने सुबह दारू पिया? मुझे माफ कर दीजिए साहब, बड़े अफसोस की बात है साहब। जब मैं कश्मीर में था, मेरे सामने 4 बच्चों का खून किए वो लोग साहब। ബസ് കര സുഖ്രാം. അതിന്റെ സന്തോഷം കൊണ്ട് കുടിച്ചു പോയതാ. लो सुखराम, जीते रहो मेरे बच्चे, भगवान तुम्हें लंबी उम्र दे। इस दुनिया में बिल्कुल शांति नहीं है सुखराम. मैं जीना नहीं चाहता हूँ. പോടാ. അങ്ങനെയൊന്നും പറയാതെ കുഞ്ഞെ, സന്തോഷത്തോടെ പറയട്ടെ. മോനെ, ചെന്നവിടെ ഫോൺ ചെയ്യണം. ശരി അമ്മേ. ചേച്ചി, ഞാൻ വൈകുന്നേരം എനിക്ക് open ആണോ? നമുക്ക് ഡോക്ടറെ കാണണം. പോട്ടെ. ആ,
എന്നത്തേക്ക് എത്തും? ഹാർഡ്ലി 1 month. അവിടെ തീസിസിനുള്ള കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. പിന്നെ ജിയോളജിക്കൽ സർവേയിൽ കുറച്ച് ദിവസത്തെ പ്രോഗ്രാംസ് ഉണ്ട്. ആ ചേച്ചി പറഞ്ഞിരുന്നു. നീ വന്നാലുടനെ അതങ്ങ് നടത്താം. ഗുരുവായൂർ വെച്ച് മതി. അവിടെ ആകുമ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കാമല്ലോ. പിന്നെ ഇന്ദുവിനൊരു നേർച്ചയുണ്ട് ഗുരുവായൂരമ്പലത്തിൽ, ദീർഘസുമംഗലി പൂജ. അങ്കിൾ, എന്നെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട്. സമയമുണ്ട്. മുഗൾ എക്സ്പ്രസിനാ. Bye, uncle. Okay, bye. Chalo. മാനസ് വിളിച്ചില്ലേ? ഇല്ല മേം സാബ്. ഇവിടുന്ന് പുറത്തിറങ്ങിയ ഒരിക്കലും തിരിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യില്ലല്ലോ. അവൾ എന്നാ വരിക? കുറച്ച് ദിവസത്തെ പ്രോഗ്രാം ആയിട്ടില്ലേ പോയത്. जो लोग सुल्तान रोड में बम ब्लास्ट से मरा है, उन लोगों को आइडेंटिफाई नहीं कर पाया? नहीं साहब, जिस जगह से एविडेंस मिला है वो ठीक नहीं साहब. You may go and collect necessary details from Commissioner's office. Yes sir. ഡൽഹിയിൽ ഏത് സമയത്ത് എന്ത് നടക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ മൂടൽ മഞ്ഞും അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. ഡൽഹിയിൽ ഡിസംബറിലാണ് സെക്യൂരിറ്റി അലേർട്ട് ആക്കേണ്ടത്. തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കൂടുന്നു. ഇറ്റ് ഈസ് എ പെർലെസ് സിറ്റുവേഷൻ. ജഗ്മോഹൻ പാണ്ഡെയുടെ കേസ് കേൾക്കുന്ന ജസ്റ്റിസ് ഉഷാ വർമ്മയുടെ പേരും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. സോ ബി കെയർഫുൾ. അവർക്കുള്ള സെക്യൂരിറ്റി എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്തോ സാബ്? ലേഡി ആയതുകൊണ്ട് ബ്ലാക്ക് കാറ്റ് കമാൻഡോസിനെ പ്രിഫർ ചെയ്യാമെന്നാണ് ക്യാബിനറ്റ് സജഷൻ. ഗ്രൂപ്പിനെ മിസ്റ്റർ ബൽറാമിന് തന്നെ റെക്കമെൻഡ് ചെയ്യാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വന്നൊരു കമാൻഡർ ഉണ്ട് സാർ. വൺ മിസ്റ്റർ ഷാ. ഹീസ് എൻ എഫിഷ്യന്റ് ട്രെയിനി. BSFൽ ക്യാപ്റ്റൻ റാങ്കാണ്. വിംഗ് ക്യാപ്റ്റൻ അയാളെ ആക്കാം. BSF ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അയാളുടെ സകല ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. സാബ്. मैम साहब है अंदर? नहीं साहब, बाहर गई है. हाँ. आप लोग चाहो तो अंदर जा सकते हैं. क्या नाम है? सुखराम साहब. अच्छा, सुखराम. चोली के पीछे क्या है? चोली के पीछे पीछे चोली के पीछे क्या है? चुप रहो. तेरा नाम? कुंदन जी. पूरा नाम बताओ. കുണ്ടൻ ചാറ്റർജി. മലയാളിയാണോ? അതെ സർ, കുട്ടൻജി എന്നാണ് എന്റെ പേര്. ചിത്താറാണ് സ്ഥലം. ഈ ഡൽഹിയിലെ സഹവാസം കൊണ്ട് കുണ്ടൻ ചാറ്റർജി എന്നായി പോയി. കുക്കാണല്ലേ? അതെ, ആളിന്റെ ആളാ. കരിമ്പൂതോ?
I am Shyam. Who gave you the permission to enter into my house? Madam, we are from the National Security Department, Black Cat Squad. Please clear out everybody now itself. Ma'am Saab, we've got orders from the headquarters to take charge of your security with immediate effect. I don't want any security here. We are really helpless, madam. This order comes from the Home Ministry. ഇതിനെല്ലാം കാരണക്കാരൻ അവനാണ്, ഒരു ഹോം സെക്രട്ടറി. മോർണിംഗ്. ഹലോ, കണക്ട് മീ ടു ദ ഹോം സെക്രട്ടറി. ഇന്നത്തെ അറ്റ്മോസ്ഫിയറിൽ ഇൻ ഡൽഹി ആർക്കും ഒന്നിനും ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. എസ്പെഷ്യലി ചേച്ചിയെ പോലുള്ള ഒരു VIP യുടെ നേർക്ക് ഒരു അറ്റംപ്റ്റ് ഉണ്ടാകാതിരിക്കാൻ ഹോം ഡിപ്പാർട്ട്മെന്റ് ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചേച്ചി ഇവരോട് സഹകരിക്കണം. പക്ഷെ രാജ, ഇത് വളരെ കൂടിപ്പോയി. എന്തിന്റെ പേരിലാണെങ്കിലും ഈവൻ ഫോർ ദ സേക്ക് ഓഫ് സെക്യൂരിറ്റി ഐ കാൻ ബെയർ ഇറ്റ്. ചായ. നോക്കൂ, ഉണ്ണിക്കും മാനസിക്കും ഇതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. അവർ കൊച്ചു പിള്ളേരല്ല രാജ. ഉണ്ണിയും മാനസിയും അങ്ങനെ ചിന്തിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിന്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവും. നിനക്ക് ഇത്രയ്ക്ക് പേടിയാണോ? എന്നെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. ഓ, നിന്റെ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു ജയിക്കാൻ എനിക്ക് വയ്യ. ദേ, ഇനി അവരോട് ആലോചിച്ച് വേണം ഞാൻ എന്തും ചെയ്യാൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവരാണത്രേ. കണ്ടംപ്റ്റ് സെല്ലിലെ പുള്ളികളെപ്പോലാവും ഇനി ഈ വീട്ടിലെ ഞങ്ങളുടെ ജീവിതം. നമുക്കാ ശീലം ഇല്ലല്ലോ രാജ. എനിക്ക് ഈ മനുഷ്യന്റെ ബ്ലാക്ക് ഡ്രസ്സും തോക്കും ചിരിക്കാൻ അറിയാവുന്നൊരു മുഖം അതും ഇല്ലേ കൂട്ടത്തില്. ചേച്ചി, ടീം ക്യാപ്റ്റൻ വിജിലന്റ് ആയിരിക്കണം, അതാണ് റൂൾ. പിന്നെ ആദ്യത്തെ ഈ വീർപ്പുമുട്ടലെല്ലാം യൂസ്ഡ് ആയി കഴിയുമ്പോൾ മാറിക്കോളും. ചേച്ചിക്ക് മാത്രമല്ല, ഡൽഹിയിൽ 57 പേർക്കുണ്ട് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സാം. സർ, ഷീ ക്യാൻ ബി വെരി റൂഡ്. ബേസിക്കലി ഷീ ഈസ് വെരി ലവബിൾ. ഒന്നും കാര്യാക്കണ്ട. യു ക്യാരി ഓൺ. ഷുവർ സർ.